ആദ്യം വന്നത്. പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആ കോടതിയിലാണ് മെറ്റീരിയൽ ഒബ്ജക്ട് എന്ന നിലയിൽ സൂക്ഷിച്ചിരുന്നത്. ഈ മെമ്മറി കാർഡിന്റെ 2 പകർപ്പുകൾ ഫോറൻസിക് ലാബ് വഴി എടുത്ത് ഒന്ന് കോടതിക്കും ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും കൊടുത്തു. മെമ്മറി കാർഡ് അന്നുതന്നെ ഹാഷ് വാല്യൂ രേഖപ്പെടുത്തി ലോക്കറിലുമാക്കി. ഇങ്ങനെ ലോക്കറിലിരുന്ന മെമ്മറി കാർഡ് വീണ്ടും എടുത്തത് ദിലീപിന്റെ വക്കീലന്മാർക്ക് ദൃശ്യം കാണാൻ സുപ്രീം കോടതി അവസരം നൽകിയ സമയത്താണ്. അന്ന് മെമ്മറി കാർഡിൽ നിന്നാണ് അവർ ദൃശ്യം കണ്ടത്. ചണ്ഡീഗഡ് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കണം എന്ന ദിലീപിന്റെ ആവശ്യം അംഗീകരിച്ച് പകർപ്പെടുത്തപ്പോഴാണ് സംസ്ഥാന ഫോറൻസിക് ലാബുകാർ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ വിവരം രേഖപ്പെടുത്തുന്നത്. ഇത് വിശദ പരിശോധനയ്ക്ക് അയക്കണം എന്ന തുടരന്വേഷണ സംഘത്തിന്റെ അപേക്ഷ വിചാരണ കോടതി ജഡ്ജ് ഹണി എം വർഗീസ് തള്ളി. ഈ അപേക്ഷ മെയ് 9-നാണ് തള്ളിയത്, വിവാദങ്ങൾ നിലനിൽക്കുന്ന കാലത്ത്. പക്ഷേ ഈ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരെ ജഡ്ജ് അറിയിച്ചിട്ടില്ല. മെയ് 9-ന് ശേഷം 2 തവണ ഇതേ കേസിൽ ഇതേ വിചാരണ കോടതി സിറ്റിംഗ് നടത്തിയിട്ടും ഹർജി തള്ളിയ കാര്യം മിണ്ടിയതേയില്ല. ആ ഉത്തരവ് കേസുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത നെടുമ്പാശ്ശേരി സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു വിചാരണ കോടതി. പ്രധാന തെളിവിന്റെ കാര്യത്തിൽ ഈ പണി കാണിച്ച വിചാരണ കോടതി നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കു പറയാനാകും? നിലവിലുള്ള വ്യവസ്ഥകളെ അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾ നീതി നിർവഹണത്തിൽ അനുവദനീയമാണോ? ഇങ്ങനെയാണോ കോടതികൾ പ്രവർത്തിക്കേണ്ടത്? നീതിപൂർവമായ വിചാരണ, ലൈംഗിക അതിക്രമ കേസുകളിലെ അതിജീവിതരോടുള്ള പരിഗണന, നിയമപരമായ നടപടിക്രമങ്ങൾ, തെളിവുകൾ വിലയിരുത്തൽ, ഇത്തരം ശരിയായ ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരു കോടതി തീരുമാനമെടുത്താൽ ആ തീരുമാനം അനുകൂലമാകാം, എതിരാകാം. പക്ഷേ അതിലൊരു വ്യവസ്ഥയുണ്ട്. പ്രതി ശിക്ഷിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല നീതി, നിയമപ്രകാരം കാര്യങ്ങൾ നടക്കൽ കൂടിയാണ്. ഈ കേസിൽ അതിജീവിതയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും ഇടയില്ല. ഇത് മറികടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ. ഈ കേസ് നിയമചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി കിടക്കട്ടെ.